ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ റിവിഷൻ വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫോർത്ത് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. അതുകൂടാതെ ഡിസ്ചാർജ് ഡയഗ്രാം, സ്പെസിഫിക് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന പോർഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് നോക്കി പഠിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ 2 ടോപ്പിക്കിൽ ഒതുക്കുന്നത്. ഓക്കെ, നമ്മൾ തേർഡ് മൊഡ്യൂളിൽ എന്തായിരുന്നു പഠിച്ചത്? തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പൊതുവേ ഓപ്പൺ ചാനൽ ഫ്ലോ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പഠിച്ചു. എന്നിട്ട് അതിൽ 2 ടൈപ്പ് ഓഫ് ഫ്ലോ ഉണ്ട്, യൂണിഫോം ഫ്ലോ ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. ഒരു along the length of a channel if flow properties remain same, അങ്ങനെയുള്ള ഫ്ലോ ആണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദ ഫ്ലോ പ്രോപ്പർട്ടീസ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്, സച്ച് എ ഫ്ലോ ഇസ് നോൺ ആസ് നോൺ യൂണിഫോം ഫ്ലോ. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത് നോൺ യൂണിഫോം ഫ്ലോ ആണ്. അതായത് നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്, 100 മീറ്റർ ലെങ്ത് ഉള്ളൊരു കനാലുണ്ട്. ആ വിത്തിൻ 100 മീറ്റർ ഇതിൻ്റെ ഫ്ലോ പ്രോപ്പർട്ടീസ് മെയിൻലി ഡെപ്ത്ത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോ ആണ് നോൺ യൂണിഫോം ഫ്ലോ. അപ്പോൾ റിവർ ഫ്ലോ ഒക്കെ നോൺ യൂണിഫോം ഫ്ലോ ആയിരിക്കും സാധാരണ. എന്തുകൊണ്ടാണ്? റിവറിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ഡെപ്താണോ? അല്ലല്ലോ. ചില ഭാഗത്ത് നല്ല ഡെപ്ത് ഉണ്ടാകും, ചില ഭാഗത്ത് ഡെപ്ത് കുറവായിരിക്കും. ഇനിയിപ്പോൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്താൽ അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ ഡെപ്ത് കൂടുതലായിരിക്കും, ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ഡെപ്ത് കുറവായിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന കേസസൊക്കെ എന്തായിരിക്കും? നോൺ യൂണിഫോം ഫ്ലോ ആയിരിക്കും. അപ്പോൾ ഈ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ നോൺ യൂണിഫോം ഫ്ലോ ആണ് പഠിക്കുന്നത്. അപ്പോൾ നോൺ യൂണിഫോം ഫ്ലോയിൽ നമ്മൾ പഠിക്കുന്ന ഒരു മെയിൻ പ്രോപ്പർട്ടി ഓഫ് ഫ്ലോ ആണ് സ്പെസിഫിക് എനർജി. അപ്പം നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് 1-ൽ ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ എനർജി എന്തായിരിക്കും എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. എനർജി ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഏതാണ് ഇക്വേഷൻ? ബെർണോളിസ് ഇക്വേഷൻ. എന്തായിരുന്നു ഇക്വേഷൻ? നമ്മളൊരു ഫ്ലോയിങ് ഫ്ലൂയിഡ് എടുത്തു. ഫ്ലോയിങ് ഫ്ലൂയിഡ് എന്നല്ല, ഏതൊരു ഫ്ലൂയിഡ് എടുത്താലും ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെയാണ്? ബെർണോളിസ് ഇക്വേഷൻ ടോട്ടൽ എനർജി അറ്റ് എ പോയിൻ്റ് ഈസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഡാറ്റം പ്ലസ് ഡെപ്ത് ഓഫ് ഫ്ലോ പ്ലസ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് അല്ലേ? വെലോസിറ്റി ഗ്രേഡിയൻ്റ് അല്ല, വെലോസിറ്റി ഹെഡ്. ഡാറ്റം ഡെപ്ത് പ്ലസ് ഡെപ്ത് ഓഫ് ഫ്ലോ പ്ലസ് വെലോസിറ്റി ഹെഡ്. അതായത് ഡാറ്റം ഡെപ്ത് സെഡ് ആണെങ്കിൽ, ഡെപ്ത് ഓഫ് ഫ്ലോ വൈ ആണെങ്കിൽ, നമ്മുടെ ടോട്ടൽ എനർജി ഓഫ് ദാറ്റ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് സെഡ് പ്ലസ് വൈ പ്ലസ് v²/2g ആയിരിക്കും. അതാണ് അക്കോർഡിംഗ് ടു ബെർണോളിസ് ഇക്വേഷൻ ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ്. ഇനി സ്പെസിഫിക് എനർജി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഡാറ്റം ഹെഡ് അങ്ങ് ഒഴിവാക്കുകയാണ്. നമ്മൾ എനർജി മെഷർ ചെയ്യുന്നത്, എനർജി ഹെഡ് മെഷർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ബോട്ടം ഓഫ് ദ ചാനൽ ആണെങ്കിൽ അവിടെ ടോട്ടൽ എനർജി എന്തായിരിക്കും? സെഡ് ഉണ്ടാവുമോ? വിത്ത് റെസ്പെക്ട് ടു ബോട്ടം നമ്മൾ എനർജി എടുക്കുമ്പോൾ സെഡ് ഉണ്ടാവില്ല. ഓക്കെ, ഡാറ്റം ഹെഡ് അങ്ങ് ഒഴിവാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എനർജിയുടെ ഇക്വേഷൻ എന്ത് വരും? y + v²/2g. ആ ഒരു ടേമിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് എനർജി എന്താണ്? ഇറ്റ് ഈസ് ദി എനർജി ഓഫ് എ ഫ്ലൂയിഡ് ബൈ ടേക്കിംഗ് ബോട്ടം ആസ് ദി ഡാറ്റം ഓഫ് ദി ചാനൽ. ഓക്കെ, ബൈ ടേക്കിംഗ് ബോട്ടം ആസ് ദി ഡാറ്റം. അപ്പോൾ ഡാറ്റം ഹെഡ് ഉണ്ടാവില്ല. ബെർണോളിസ് ഇക്വേഷൻ സെഡ് പ്ലസ് വൈ പ്ലസ് v²/2g ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ സെഡ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷനിലുള്ള എനർജിയാണ് സ്പെസിഫിക് എനർജി. അത്രയേ ഉള്ളൂ ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ y + v²/2g. ഇനി ഈ സ്പെസിഫിക് എനർജിയിൽ നിങ്ങൾ പഠിക്കാനുള്ളത്, സ്പെസിഫിക് എനർജിയിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു കാര്യം പഠിക്കാനുണ്ട്. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നൊരു ടേം പഠിക്കാനുണ്ട്. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്താണ് നമ്മളിതിൽ മെയിൻലി നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും നമുക്ക് തരുന്നൊരു ക്വാണ്ടിറ്റി ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്താണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിസ്ചാർജ് ഇൻ എ ചാനൽ ക്യാപിറ്റൽ Q ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു റെക്റ്റാങ്കുലർ ചാനലാണ്, അതിൻ്റെ വിഡ്ത്ത് B ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്ചാർജ് Q ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് ചാനൽ B. അപ്പോൾ ഈ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സ്മോൾ q വെച്ചിട്ടാണ്. അപ്പോൾ സ്മോൾ q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q/B. യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ,
ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞു y+v²/2g എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ y+v²/2gനെ ഈ സ്മോൾ ക്യൂവിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതാൻ നമ്മൾ പഠിക്കണം. കാരണം മിക്കവാറും എല്ലാ ഡെറിവേഷനിലും നമ്മൾ സ്മോൾ ക്യൂ ആണ് കാണുന്നത്. അപ്പോൾ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷനിൽ വിക്ക് പകരം നമ്മൾ q/a എന്ന് കൊടുക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഓപ്പൺ ചാനൽ സെക്ഷൻ പറയുമ്പോൾ റെക്റ്റാങ്കുലർ സെക്ഷൻ, ട്രപ്പിസോയിഡൽ സെക്ഷൻ, സർക്കുലർ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ കാര്യം മാത്രം ഓർത്താൽ മതി. ഓക്കെ, എന്നാലും നമുക്ക് ഇക്വേഷൻസൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു വരാം. അതായത് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ y+v²/2g ആണ്. അതിൽ നമുക്ക് സ്മോൾ ക്യൂവിൻ്റെ ടേമിലേക്ക് മാറ്റണം. ഈ ഇക്വേഷനെ സ്മോൾ ക്യൂവിൻ്റെ ടേമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു Q/A എന്ന് കൊടുക്കുക. Q/A എന്ന് കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ by ആണ്. അപ്പോൾ q/by എന്ന് വരും. ഈ q/b ആണ് നമ്മൾ സ്മോൾ ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ q/aക്ക് നമുക്ക് സ്മോൾ q/y എന്ന് എഴുതാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈയുടെ ഇക്വേഷൻ വരിക y+q²/2g × y² എന്ന് വരും. ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ടേംസ് ഓഫ് ക്യൂ ഉള്ള ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് സ്പെസിഫിക് എനർജിയുടെ. ഇനി ഈ സ്പെസിഫിക് എനർജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം, നമുക്ക് എപ്പോഴും തിയറി ചോദിക്കുന്നതാണ് സ്പെസിഫിക് എനർജി ഡയഗ്രാം. ഓക്കെ, സ്പെസിഫിക് എനർജി ഡയഗ്രാം നമുക്ക് ഈ ഫിഗറിൽ കാണാം. അതിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ സ്പെസിഫിക് എനർജിയാണ് എടുക്കുന്നത്, വൈ ആക്സിസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് എടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ എക്സാമ്പിളിൽ 100 മീറ്റർ ലെങ്ത്തിൻ്റെ എക്സാമ്പിളിൽ ഓരോ ഡെപ്ത് ചേഞ്ചിനനുസരിച്ച് ഉണ്ടാകുന്ന സ്പെസിഫിക് എനർജി കണ്ടുപിടിച്ചിട്ട് അത് y²+v²/2g കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. അതായത് ഒരു സ്ഥലത്തുള്ള ഡെപ്ത് മെഷർ ചെയ്തു, അവിടെയുള്ള വെലോസിറ്റി മെഷർ ചെയ്തു, എന്നിട്ട് ആ ഡെപ്ത് y+v²/2g വെച്ചിട്ട് അവിടെയുള്ള സ്പെസിഫിക് എനർജി കണ്ടുപിടിച്ചു. ദെൻ അടുത്ത ഒരു പോർഷനിലേക്ക് നമ്മൾ റിവറിൻ്റെ അടുത്തൊരു പോർഷനിലേക്ക് പോയി അവിടുത്തെ ഡെപ്തും വെലോസിറ്റിയും മെഷർ ചെയ്തു, എന്നിട്ട് സ്പെസിഫിക് എനർജി കണ്ടുപിടിച്ചു. അങ്ങനെ ഈ ഡെപ്തും സ്പെസിഫിക് എനർജിയും തമ്മിൽ നമ്മളുടെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ആ ഗ്രാഫിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു കോമൺ ഷേപ്പാണ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ സ്പെസിഫിക് എനർജി എടുത്തു, വൈ ആക്സിസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ എടുത്തു. ഇനി ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിന് ഇവിടെ കാണുന്ന പോലെയുള്ളൊരു ഷേപ്പായിരിക്കും. ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ആക്സിസിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ 45 ഡിഗ്രിയിലൊരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈനിന് പാരലായിട്ടാണ് നമ്മൾ സ്പെസിഫിക് എനർജി കർവിൻ്റെ ഒരു ലിംബ് വരുന്നത്. എന്നിട്ട് അതിങ്ങനെ വന്ന് എക്സ് ആക്സിസിന് പാരലായിട്ട് പോവുകയാണ് അല്ലേ. ഒരു യു ഷേപ്ഡ് കേർവാണ് വരുന്നത്. അതിൻ്റെ യു ഷേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് 2 ലിംബുണ്ട് അല്ലേ. രണ്ട് കാലുകളില്ലേ യുവിന്, അല്ല 2 കാലുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു യു ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ 2 ലിംബ്സാണ്. ഒരു ലിംബ് ഈ 45 ഡിഗ്രിയുള്ള ലൈനിന് പാരലാണ്. ദെൻ അടുത്ത ലിംബ് എക്സ് ആക്സിസിന് പാരലാണ്. പക്ഷേ പാരലൽ എന്നല്ല നമ്മൾ പറയുക ഈ കേസിന്. പാരലൽ ആവണമെങ്കിൽ എന്താണ്, ഒരു ലൈൻ വേറൊരു ലൈനിന് പാരലൽ ആവണമെങ്കിൽ അതിൻ്റെ എല്ലാ പോയിൻറ്റിലും ഈ 2 ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണ്ടേ. നിങ്ങൾ ഈ ഫിഗറിൽ നോക്ക്, എല്ലാ പോയിൻറ്റിലും ഒരേ ഡിസ്റ്റൻസ് ആണോ? അല്ല. ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് പാരലലാണ്, എന്നാൽ പാരലൽ അല്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയാം ദിസ് ലൈൻ ഈസ് എസിംപ്റ്റോട്ടിക് ടു ദ എക്സ് ആക്സിസ് എന്നാണ്. അപ്പോൾ നമ്മുടെ സ്പെസിഫിക് എനർജി കർവിൻ്റെ ഒരു ലിംബ് 45 ഡിഗ്രി കർവിന് പാരലാണ്, അടുത്ത ലിംബ് ഈസ് അസിംപ്റ്റോട്ടിക് ടു എക്സ് ആക്സിസ്. അങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ ഏതൊരു വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഡെപ്ത് കിട്ടുന്നില്ലേ നിങ്ങൾക്ക്. അതായത് നമ്മൾ ഈ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരക്കുകയാണെങ്കിൽ അത് നമ്മളെ കർവിന് 2 പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഓരോ സ്പെസിഫിക് എനർജിയുടെ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ഡെപ്ത് ഉണ്ടാവും. ആ 2 ഡെപ്തിനാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡെപ്ത്സ് ഓർ കോൺജുഗേറ്റ് ഡെപ്ത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഈ യുവിൻ്റെ ഈ ഏറ്റവും അവസാനത്തെ പോയിൻ്റ് നോക്കുക, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലുള്ള പോയിൻ്റ് നോക്കുക. അത് 2 ലിംബും കൂടെ കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റിൽ ഒരു സ്പെസിഫിക് എനർജി എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഡെപ്ത് ഉണ്ടോ? ഇല്ലല്ലോ, ഒരു ഡെപ്ത് അല്ലെങ്കിലും. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റിൻ്റെ പ്രത്യേകത എന്താ? 2 ലിംബും കൂടെ കൂട്ടിമുട്ടുന്ന ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത അവിടെ സ്പെസിഫിക് എനർജി മിനിമമാണ്. അപ്പോൾ
സ്പെസിഫിക് എനർജിയുടെ മിനിമം പോയിൻ്റാണത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ഡെപ്തേ ഉള്ളൂ. അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ മിനിമം സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്താണ്, ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് ക്രിട്ടിക്കൽ ഡെപ്ത്. ഇനി ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലാതെ വേറെ ഏതൊരു ഡെപ്ത് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് മിനിമം സ്പെസിഫിക് എനർജി അല്ലാതെ വേറെ ഏതൊരു സ്പെസിഫിക് എനർജി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഡെപ്ത് ഉണ്ടാകും. ആ 2 ഡെപ്തിനാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷനിൽ നിങ്ങൾ എഴുതേണ്ടത്. സ്പെസിഫിക് എനർജി കർവ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ സ്പെസിഫിക് എനർജി, വൈ ആക്സിസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ 2 ലിംബ് ഉണ്ടാകും. ഒന്ന് 45 ഡിഗ്രി ലൈനിന് പാരലായിരിക്കും, ഒന്ന് അസിംപ്റ്റോട്ടിക് ടു എക്സ് ആക്സിസ് ആയിരിക്കും. ആൻഡ് അതിനൊരു മിനിമം പോയിൻ്റ് ഉണ്ട്. ആ മിനിമം പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് വിളിക്കുന്നത്. ഫോർ ഓൾ അതർ വാല്യൂസ് എക്സെപ്റ്റ് ഈ മിനിമം ദർ വിൽ ബി 2 ഡെപ്ത്സ് കറസ്പോണ്ടിങ് ടു ദാറ്റ് സ്പെസിഫിക് എനർജി. ആ 2 ഡെപ്തിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് വിളിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ ഈ സ്പെസിഫിക് എനർജി കർവ് വരയ്ക്കാനും എഴുതാനും പറഞ്ഞതൊക്കെയാണ് എഴുതേണ്ടത്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെ എഴുതണം. ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവ് ഡെപ്തുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാട്ടും കുറവ് ഡെപ്തുള്ള ഭാഗം നോക്കുക. ഈ ഗ്രാഫിനെ 2ആയിട്ട് തിരിക്കുക. ഡെപ്ത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്തും ഡെപ്ത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്തും. അതിൽ ഡെപ്ത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് നോക്കുക. ഡെപ്ത് കൂടി വരുന്തോറും സ്പെസിഫിക് എനർജി കുറഞ്ഞു വരികയാണ് അല്ലേ, അത് എഴുതണം. അപ്പോൾ ഫോർ ഓൾ ഡെപ്ത്സ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്, വെൻ ഡെപ്ത് ഇൻക്രീസസ് സ്പെസിഫിക് എനർജി ഡിക്രീസസ്. ഇനി അടുത്ത പാർട്ട് എടുക്കുക. അതായത് ഡെപ്ത് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആകുമ്പോൾ ഡെപ്ത് കൂടി വരുന്തോറും സ്പെസിഫിക് എനർജിയും കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എഴുതണം. അതായത് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്തിനെ വെച്ചിട്ട് നമ്മൾ ഈ കർവിനെ 2ആയിട്ട് തിരിക്കുകയാണ്. ഡെപ്ത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്തും ഡെപ്ത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്തും. ഡെപ്ത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആകുമ്പോൾ ഡെപ്ത് കൂടി വരുന്തോറും സ്പെസിഫിക് എനർജി കുറയും. പക്ഷേ ഡെപ്ത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആണെങ്കിൽ ഡെപ്ത് കൂടുന്തോറും സ്പെസിഫിക് എനർജിയും കൂടും. ആ ഒരു കാര്യം കൂടെ എഴുതി വെക്കണം. പിന്നെ നിങ്ങളിതിൽ പഠിക്കേണ്ടത് ഈ YCയുടെ, അതായത് ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷനാണ്. ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ Q²/G⁻1/3 ആണ്. ഓക്കെ, പിന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി, അതായത് ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ റിവറാണ്. ആ റിവറിൽ നമ്മൾ വൈരസ് പോയിന്റിലുള്ള ഡെപ്തും കാര്യങ്ങളൊക്കെ എടുത്ത് മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കർവ് കിട്ടുന്നത്. അപ്പോൾ ഡെപ്ത് YCക്ക് കറസ്പോണ്ടിങ് സ്പെസിഫിക് എനർജി മിനിമം ആവുക എപ്പോഴാണ്? ഈ റിവറിൻ്റെ ഡെപ്ത് YCക്ക് കറസ്പോണ്ടിങ് ആകുമ്പോൾ. അപ്പോൾ ആ റിവറിൻ്റെ ഡെപ്ത് ഈക്വൽ ടു YC എന്നൊരു പോയിൻ്റ് ഉണ്ടാവില്ലേ, അവിടെയുള്ള വെലോസിറ്റിയാണ് നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി VC എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ √G/YC ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ക്രിട്ടിക്കൽ ഫ്ലോ ആൻഡ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ. ക്രിട്ടിക്കൽ ഫ്ലോ, സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നൊരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളത് ഫ്രോഡ്സ് നമ്പറിൻ്റെ ഫ്രോഡ്സ് നമ്പറിൻ്റെ ബേസിസിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വെലോസിറ്റിയുടെ കേസിലാണ് നമ്മൾ ഒരു ഫ്ലോ ക്രിട്ടിക്കലാണോ സബ് ക്രിട്ടിക്കലാണോ സൂപ്പർ ക്രിട്ടിക്കലാണോ എന്ന് പറയാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഹയർ ആണ് ഇല്ലേ, സബ് എന്ന് പറഞ്ഞാൽ ലോവർ ആണ്. അപ്പോൾ വെലോസിറ്റീൻ്റെ ബേസിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. വെലോസിറ്റി ഒരു പോയിന്റിൽ ക്രിട്ടിക്കൽ വെലോസിറ്റിനെക്കാട്ട് കൂടുതൽ ഹയർ ആണെങ്കിൽ ഇറ്റ് ഈസ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. ഇനി വെലോസിറ്റി അറ്റ് എ പോയിന്റ് ഇസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി, ലെസ്സർ ആണ്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഫ്ലോ ഇസ് നോൺ ആസ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു ക്രിട്ടിക്കൽ വെലോസിറ്റി ആകുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലോ ആണ് ക്രിട്ടിക്കൽ ഫ്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഡെപ്തിൻ്റെ കേസിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. അതായത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഡെപ്ത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരിക്കും. സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഡെപ്ത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെലോസിറ്റി ആയിട്ടുള്ള റിലേഷനാണ്. സൂപ്പർ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി, സബ് ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി. ഓക്കെ,
അപ്പോൾ ഫ്ലോൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പിന്നെ നമ്മളിതിൽ പഠിക്കേണ്ടത് മിനിമം സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷനാണ്. നമുക്ക് ഡെറിവേഷനൊക്കെ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. മിനിമം സ്പെസിഫിക് എനർജി വരിക അറ്റ് ക്രിട്ടിക്കൽ ഡെപ്തിലാണ്. അപ്പോൾ ഈ മിനിമം ഈസ് ഈക്വൽ ടു 3/2 HC എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് പഠിച്ചിരിക്കണം. ഇത് വെച്ചിട്ടാണ് എപ്പോഴും പ്രോബ്ലം ചോദിക്കാറ്. അപ്പോൾ ഇത്രയും ആണ് ഈ സ്പെസിഫിക് എനർജിയുടെ കാര്യത്തിൽ പറയാനുള്ളത്.